കേരള ഓട്ടോമൊബൈൽസിൽ അസംസ്കൃത സാധനങ്ങളുടെ പർച്ചേസിംഗും വിവാദത്തിൽ. അനുവദനീയമായ പരിധി മറികടന്ന് ടെൻഡർ പോലുമില്ലാതെ ലോക്കൽ പർച്ചേസ് എന്ന പേരിൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയായിരുന്നു. അടിയന്തര സാഹചര്യം എന്ന പേരിൽ വാങ്ങിയ സാധന സാമഗ്രികൾ കമ്പനിയിൽ കൂട്ടിക്കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. അടിയന്തര സാഹചര്യത്തിൽ ലോക്കൽ പർച്ചേസിംഗ് നടത്താനാണ് കേരള ഓട്ടോമൊബൈൽസ് മാനേജ്മെന്റിന് അധികാരമുള്ളത്. 15,000 രൂപയ്ക്ക് മുകളിലുള്ള ഏത് പർച്ചേസിംഗിനും ടെൻഡർ ആവശ്യമാണെന്ന് രേഖകളിൽ പറയുന്നു. എന്നാൽ ഈ ബില്ലുകൾ കാണുക. അഹമ്മദാബാദിലുള്ള ജയ്ഭവാനി എന്ന സ്ഥാപനത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങിയതിന്റെ ബില്ലുകളാണിവ. 73 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങൾ ടെൻഡർ പോലുമില്ലാതെ വാങ്ങിയിരിക്കുന്നു. ഇനി അടിയന്തര സാഹചര്യം എന്ന പേരിൽ വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ കൂടി കാണുക. കേരള ഓട്ടോമൊബൈൽസിൽ ഇവ കൂട്ടിയിട്ടിരിക്കുന്നു. ഓട്ടോ നിർമ്മാണത്തിനെന്ന പേരിൽ വാങ്ങിയ സാധനങ്ങളാണ് ഇത്തരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. 2 വർഷം മുമ്പ് വരെ വാങ്ങിയ സാധനങ്ങൾ ഒരു ഉപയോഗവുമില്ലാതെ ഇവിടെ നശിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ 1-2 സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയതിനെ കുറിച്ച് ഇപ്പോൾ വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.